ഓ മൈ ഗോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആനകളെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ പ്രോഗ്രാമിന് വേണ്ടിയാണ് ഈ ആങ്കർ എത്തിയിരിക്കുന്നത്. ചെറിയ വലിയ ആനക്കാര്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തെങ്കിലും രണ്ട് സെന്റൻസ് കൂടെ ചേർത്ത് പറയാൻ പറ്റുവാണെങ്കിൽ ഒരു സെക്കൻഡ്. കൊടുമണ്ണിന്റെ സ്വർണം വിളയുന്ന ഭൂമി എന്നറിയപ്പെടുന്ന ഈ കൊടുമണ്ണിന്റെ 14-ാം വാർഡിലുള്ള മണികണ്ഠൻ എന്ന ആനയുടെ വിശേഷങ്ങൾ. ഓ മൈ ഗോഡിന്റെ പ്രോഗ്രാം അവതാരകൻ തന്നെയാണ് ആനയുടെ ഒന്നാം പാപ്പാനായി രംഗത്ത് വരുന്നത്. മണിയാണ് ചേട്ടന്റെ വീടാണ്. എന്റെ വീട് ഞാൻ നെയ്യാറ്റിൻകരയായിരുന്നു. എന്നിട്ടിപ്പോ ആറ്റിങ്ങൽ കുറച്ച് താമസം. ആനക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് സ്ഥലമില്ല, മാറി താമസിക്കും. ഇപ്പൊ ഞാൻ പത്തനംതിട്ട. ആനയെക്കുറിച്ചും അതിന്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും ഇനി വാചാലയാകും പ്രാങ്ക് വലയിൽ പോകുന്ന ഈ ആങ്കർ. പ്രകൃതി രമണീയം നിറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മുടെ പാർത്ഥസാരഥി ഇപ്പോഴുള്ളത്. ജോലിയിലും തടി പിടിക്കുന്നതിലും നമ്മുടെ ഉത്സവങ്ങൾക്കും ഒക്കെയായി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന വളരെ പ്രിയങ്കരനായ ഈ ആനയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കാണാം വരുന്ന നിമിഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. ചേട്ടാ, ഇപ്പൊ ഒരു വേട് എന്താ എരണ്ടക്കെട്ട് എന്തോ പറയുന്നേ? ഇത് വേറെന്തോന്ന് മുമ്പേ പറഞ്ഞു. ചിരട്ടക്കെട്ടെന്ന് ആന എന്നെ കാണുമ്പോ ഇനി ഭയങ്കര സ്നേഹം. അവസരം ഓട്. അപ്പൊ ചേട്ടാ, നമ്മുടെ ആനയുടെ പാർത്ഥസാരഥിയുടെ ഉടമയെ കുറിച്ചൊക്കെ ഒന്ന് പങ്കുവെക്കുമോ? ഉടമയെ കുറിച്ചോ? ഉടമ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. എന്നെ ഒരു 17 വർഷമായിട്ട് കണ്ണൻ ചേട്ടനുമായിട്ട് നല്ല ബന്ധം. കാരണം ഇവിടെ ഇങ്ങനെ ഞാനിങ്ങനെ സിനു ഒന്ന് ആനെ നോക്കിക്കൊണ്ട് നിന്നപ്പോ അവനെ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല. കാരണം വളരെ കുടുംബത്തിനുള്ളതായിരുന്നു. ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. അവനെ ഒന്ന് റെഡിയാക്കി എടുത്ത് വന്നപ്പോ തിരിച്ച് എന്നെ കണ്ണൻ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു. കണ്ണൻ ചേട്ടൻ വിളിച്ചു പിന്നെ വരാതിരിക്കാൻ പറ്റും. അങ്ങനെയാണ് വന്നു. ഇവനും ഇച്ചിരി പ്രശ്നമായിരുന്നു. പക്ഷെ എല്ലാവരുടെയും പിന്നെ ഇപ്പൊ ഉള്ള ഏറ്റവും കുട്ടികളെക്കാളും അപ്പുറം അപ്പൊ വളരെ ശാന്തനായ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയെ കണ്ടോ? ചേട്ടൻ വിളിക്കുമ്പോൾ വളരെ ചെവി കൂർപ്പിച്ച് വളരെ ശ്രദ്ധാലുവായിട്ട് എന്ത് ഓമനയായിട്ടാണ് അത് പെരുമാറുന്നത്. ചേട്ടനോട് ഒരു ചോദ്യം കൂടെ, എൻ്റെ ഒരു സംശയം കൂടെയാണ് പൊതുവെ കേൾക്കുന്നത്. അതായത് ആനയെ മെരുക്കാനേ കഴിയൂ, അത് ഒരു ഇണങ്ങി വളരുന്ന ജീവിയല്ല മറ്റ് ജീവികളെ അപേക്ഷിച്ച്. മറ്റ് ഇപ്പൊ പട്ടിയാണെങ്കിലും മറ്റ് ആട് മറ്റ് എല്ലാ ജീവജാലങ്ങളാണേലും ഒരു പരിധി വരെ അതിന്റെ സ്വഭാവം വന്യം അത് കാണിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചേട്ടന് ഇത്രയും നാളുള്ള സഹവാസത്തിൽ എന്താണ് ചേട്ടന്റെ അഭിപ്രായം? അത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും അത് തെറ്റായ രീതിയാണ്. ആ ഒരു സംസാരമോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന വാക്കുകൾ തെറ്റാണ്. അപ്പൊ ഇണങ്ങും എന്നാണ് 100%. കാരണം നമ്മുടെ പട്ടി അല്ലെങ്കിൽ പൂച്ച എന്നീ മൃഗങ്ങളെ മടിയിലിരുത്തി തലൊടിക്കാം. പക്ഷെ അതേപോലെ ആനെ നമ്മളെ മടിയിലിരുത്താൻ പറ്റും. നമുക്ക് അവരുടെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റും. പിന്നെ ചിലത് തലതിരിഞ്ഞ് കാണിക്കും. കാരണം നമ്മളെ വീട്ടിൽ മക്കളെ വളർത്തും പോലെയാണ് അവർ വളർത്തുന്നത്. അത്രയ്ക്ക് സ്നേഹം നമ്മളുണ്ടാവും. ചില മക്കൾ തലതിരിഞ്ഞ് പോകില്ലേ? തല തിരിഞ്ഞു പോകും. നമ്മളൊരിക്കലും നമ്മൾ വളർത്തിയ നമ്മളെപ്പോലും തിരിച്ചറിയാതെ പോകില്ല. അതുപോലെ ചില സംഭവങ്ങൾ പോകുന്നുണ്ട്. പിന്നെ വീട്ടിൽ വളർത്തുന്ന പട്ടി തന്നെ തിരിച്ചടിക്കാറില്ല. ആനയെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും അങ്ങനത്തെ ഒരു വാക്കുകൾ ആനയെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെക്കാളും ഇണങ്ങും എന്ന് തന്നെയാണ് ചേട്ടന്റെ അഭിപ്രായം. കാരണം നമുക്ക് പട്ടിയും പൂച്ചയും കൊണ്ട് നടക്കുമ്പോൾ ഇതിന് പുറത്തിറക്കി കൊണ്ട് നടക്കാൻ പറ്റുന്നത് നമ്മൾ അതിനേക്കാളും നമ്മൾ സംരക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. തണ്ണിമത്താണ് നിങ്ങൾ കൊണ്ടുവന്നത്. തണ്ണിമത്തൻ ആനേ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, തണ്ണിമത്തൻ ഇത്തിരി അല്ല കുഴപ്പമില്ല, നിങ്ങൾ കൊണ്ടുവന്നെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. ഇതെന്താണെന്ന് അറിയാമോ? തണ്ണിമത്തനാണ്. നമ്മുടെ പ്രിയപ്പെട്ട പാർത്ഥസാരഥിക്ക് വേണ്ടി കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. നമുക്ക് കൊടുക്കാം. ഒരെണ്ണം ഒഴിവാക്കിയായിരുന്നു പൊക്കായിരുന്നു. നമുക്ക് ഇതിന്റെ കളറൊക്കെ കണ്ടോ? നല്ല തണ്ണിമത്തനാണ്. നമ്മൾ പ്രത്യേകം പറഞ്ഞ് പാർത്ഥസാരഥിക്കായിട്ട് വാങ്ങിയതാണ്. നമുക്കിത് കൊടുക്കാം. എനിക്ക് ശകലം പേടിയൊക്കെ ഉണ്ട് കേട്ടോ, എങ്കിലും നമുക്ക് നോക്കാം. പാർത്ഥസാരഥി വളരെ അരുമയാണെന്നാണ് നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ പറഞ്ഞേക്കും. എനിക്ക് പേടിയാണ് പ്രേക്ഷകരെ. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ കൊടുത്തിട്ടുണ്ട്. പേടിക്കണ്ട, അവനൊരു പ്രശ്നമില്ല. നമ്മുടെ പാർത്ഥസാരഥി പ്രശ്നമില്ലെന്നാണ് നമ്മുടെ
അദ്ദേഹത്തിന്റെ ചേട്ടൻ മണികണ്ഠൻ ചേട്ടൻ പറയുന്നത്. അപ്പൊ ഇത് കൂടെ കൊടുക്കാം. മതി മതി, ഒരുപാടൊന്നും കൊടുക്കണ്ട കേട്ടോ, ഒരുപാട് കൊടുക്കണ്ട കേട്ടോ. പതിവേ നമ്മുടെ പാർത്ഥസാരഥി അതെല്ലാം സ്വീകരിച്ചു. കുഴപ്പമില്ല, എനിക്ക് കുറച്ച് പേടിയൊക്കെ മാറി. നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പാർത്ഥസാരഥി വളരെ സന്തോഷവാനായിട്ട് കാണപ്പെടുന്നു. പതിവേ അവൻ നല്ല ഇഷ്ടമായി. ഒന്നുകൂടെ അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ മാറട്ടെ, ഒരു കൊടുത്തോളുമല്ലോ അല്ലേ? കൊടുത്തു, പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല, ധൈര്യമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുകയല്ലേ. ഓക്കെ, നമ്മുടെ പാർത്ഥസാരഥിക്ക് ഇത് വളരെ ഇഷ്ടമായി നമ്മൾ കൊടുത്ത തണ്ണിമത്തന്. ഞാൻ കൊടുത്തുകൊണ്ടാണോ അതോ തണ്ണിമത്തന് ഇഷ്ടമായത് കൊണ്ടാണോ എന്ന് അറിയില്ല. എങ്കിലും നമ്മുടെ ഈ ചേട്ടൻ മണികണ്ഠൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പാർത്ഥസാരഥി വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്, നമുക്ക് ഒന്നുകൂടെ കൊടുക്കാം. ബാക്കി കുറച്ച് ഇരുന്നുള്ള ഒരു സംഭാഷണം കൂടി വേണം, പാപ്പനായിട്ട് ഇരുന്നുള്ള സംഭാഷണം അതും കൂടെ. പിന്നെ എനിക്ക് ഒരു കുട്ടിശങ്കരനെ കൂടി ഒരു സാധനം കൂടെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ 11 മണിക്ക് തുടങ്ങി ആക്കിയിട്ട് പിന്നെ നമ്മൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പോയിട്ട് വന്നാൽ കുഴപ്പമില്ലല്ലോ, മാനേജ് ചെയ്തോളൂല്ലോ. ട്രാക്ട് പുള്ളിക്കാർ പറഞ്ഞോളൂ. അതല്ല, അത് കൊടുമൺ ഒരു 2 വീലറിൽ വന്ന് വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞു. തന്നെ കൊടുമൺ. എനിക്ക് ആ ലൊക്കേഷൻ പറഞ്ഞുതരാൻ എനിക്കറിയില്ല. നമ്മുടെ പാർത്ഥസാരഥിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചേട്ടനോട് ചോദിച്ചറിയാം. ചേട്ടാ, നമ്മുടെ പാർത്ഥസാരഥിയുടെ ഒരു ദിനചര്യയെ പറ്റി ഒന്ന് വിശദീകരിക്കാനോ? രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അവൻ ഉറപ്പായിട്ടും വിളിച്ചു ഉണർത്തും. നമ്മൾ രാവിലെ കട്ടൻ ചായ കുടിക്കാൻ, നമ്മൾ രാവിലെ ചട്ടൻ ചായ കുടിക്കുന്ന പരിപാടിയുണ്ട്. അതേപോലെ അവരെ സംബന്ധിച്ച് അവർക്ക് ആ സമയത്ത് ഉണർന്ന് ഇച്ചിരി വെള്ളം കുടിക്കണം, പിന്നെ എന്തെങ്കിലും ഇച്ചിരി ഫുഡ് കൊടുക്കണം. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, അത് പല്ല് മാത്രം വെളുക്കാൻ പറ്റില്ല, പല്ല് തേക്കുക, അത് സംഭവം മാത്രം അത് ചെയ്യില്ലെന്നേ ഉള്ളൂ. ബാക്കി അത് മനുഷ്യരെക്കാളും ദിനചര്യ വളരെ കറക്റ്റായിട്ട്. ഞാൻ പലയിടത്തും അവനെയും കൊണ്ട് പോയി വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ കിടന്നു തുടങ്ങി. പക്ഷെ നോർമലി 5 മണിയാകുമ്പോൾ എന്നും രാവിലെ ഉണരും. അവൻ ഉറപ്പായിട്ടും എന്നെ വിളിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട് ആനകളിലും ഗണങ്ങളുണ്ട്, അതായത് ചാതുർവർണ്ണയം പോലെ തന്നെ വൈശ്യൻ, ശൂദ്രൻ, ക്ഷത്രിയൻ എന്നൊക്കെ പറഞ്ഞ ഗണങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ നമുക്ക് ചേട്ടനോട് ചോദിക്കാം. നിങ്ങൾ പറഞ്ഞതിൽ ഒരു തിരുത്ത് ഞാൻ തിരുത്തലാണല്ല, എന്നാലും ഞാൻ ഒരിക്കലും അങ്ങനെ പറയാം. ജാതി പറയും പോലെ ആയിപ്പോയി. നമ്മൾ സാധാരണ മനുഷ്യ സമൂഹത്തിൽ ജാതി പറയും പോലെയാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ ഭാഷ ഒന്നും ഉപയോഗിക്കില്ല. ഇതൊരു ജീവിയാണ്, അതിനെങ്കിലും നിങ്ങൾ വെറുതെ വിട്ടൂടെ? ചേട്ടാ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഞാൻ ആ അർത്ഥത്തിൽ, ജാതീയമായ അർത്ഥത്തിലല്ല ശരിക്കും ഉപയോഗിച്ചത്. നമ്മള് പെരുമാറുന്ന രീതി, ഇപ്പം അത് ചെയ്യുന്ന ദിനചര്യ, ഞാൻ ഈ പറഞ്ഞു വേണ്ടിട്ട് കുളിക്കുന്ന രീതി, ആദ്യം തുമ്പിക്കയിൽ വെള്ളമെടുത്ത് പുറത്തേക്ക് ഒഴിക്കാറുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടുകേണതും വായിച്ചതും ഒക്കെയാണ്. ഇപ്പൊ ശരിയാണെന്ന് പറയുന്നില്ല. അത് ശരിയാണ്, ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ഇത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് ആനക്ക് തുമ്പിക്കയിൽ വെള്ളമെടുത്ത് ഓൾറെഡി ഇങ്ങനെ ഒഴിച്ചാൽ അത് പ്രശ്നമാണ്. പക്ഷേ ബാക്കി അല്ലാതെ നോർമലി ചെയ്യുന്നതാണ്. ഇതെല്ലാം മനുഷ്യർക്ക് ഒരു ആളല്ലേ ഉള്ളൂ. എന്ത് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും മനുഷ്യനെന്നല്ലേ പറയുള്ളൂ, അല്ലേ? ഇവിടെ എന്തോന്ന്? അല്ല, സാറ് പറഞ്ഞു ഷൂട്ട് പറഞ്ഞു. മുരളി പറഞ്ഞിട്ട് പോയി കണ്ണായി. നീ എന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചാ? അല്ലാതെ അന്ന് ചേട്ടൻ പറഞ്ഞല്ലോ അവര് വന്നേ. നമ്മുടെ മുരളിയുടെ ഭാര്യ. മുരളിയുടെ അവര് പറഞ്ഞിട്ടില്ല. ചേട്ടൻ പറഞ്ഞില്ലേ? ഞാൻ മുരളി പറഞ്ഞിട്ടുണ്ട്. ആനയ്ക്ക് പുള്ളിക്കാരിയായിട്ട് ബന്ധമുണ്ടോ? അതവിടെ വെച്ച് എന്താ ചേച്ചി? നീ ഇതിന്റെ ആരാണ്? നീ പാപ്പാൻ തന്നെ. നിനക്കറിയാലോ അതിന്റെ വയ്യായിക. ഞാൻ ഇന്നാളെ പറഞ്ഞില്ല ഇവിടെ ഷൂട്ട് നടക്കൂലെന്ന്. ഞാൻ പറഞ്ഞു ഇതാര്? അത് പ്രോഗ്രാം ചെയ്യുന്ന ആൻകർ. അങ്ങനെയല്ലേ പറഞ്ഞ ആൻകർ എന്നല്ലേ? ഞാൻ എല്ലാം കൂടെ വലിച്ചു കുറച്ച് ഇവിടെ ഒടിച്ച് കളയും കേട്ടാ. സാറ് പറഞ്ഞു. ചേച്ചി ഞാൻ പറഞ്ഞില്ല, ഇത് കണ്ണാണം പറഞ്ഞു. പറഞ്ഞിട്ട് കാലം വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ? ഞാൻ അതിന്റെ കാര്യമൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ ഇങ്ങ് വന്നത്. അതിന്റെ കാര്യം നോക്കുന്നത് നീ ഇതിന് എന്തിനു സംബന്ധിച്ച് എന്റെ അടുത്ത് ഒരു വാക്ക് വിളിച്ച് പറയാറുണ്ട്. അത് എനിക്കിപ്പോ ചേട്ടൻ പറയാൻ പറ്റില്ല. ചേച്ചി എന്ന് പറഞ്ഞാൽ ഇതിലങ്ങ് തെളിഞ്ഞു നിൽക്കണോ അല്ലേ? ചേച്ചി എന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്തർത്ഥത്തിൽ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്തത്? ചേച്ചി ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവരുമായിട്ട് വന്നതാണ്. അപ്പൊ ഇവരുടെ അടുത്ത് എന്താണെന്ന് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാം. ഞാൻ ഇവർ വിളിച്ചു വന്നു, എന്റെ പ്രൊഫഷനാണിത്. അപ്പൊ ഇതുമായിട്ട് എനിക്ക് ബന്ധമില്ല. നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞില്ലേ, ആങ്കറാണ്. നിങ്ങളപ്പോ ഇവിടെ ഇതിൽ വർക്കിന് വരുമ്പോഴത്തേക്ക് ചോദിക്കണ്ടേ ഇതിന്റെ പെർമിഷൻ? അല്ലല്ലോ, നമ്മുടെ കോ അസിസ്റ്റന്റ് ഇവർക്കൊക്കെ ഉണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്. അതൊക്കെ ചോദിച്ചിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇല്ല, നില്ല ഇങ്ങോട്ട് നില്ലേ. എവിടെ പോണെന്ന്? അല്ല ചേച്ചി,
ഞാൻ ഈ നാട്ടുകാർ തന്നെയാണ് ചേച്ചി. അതിനനുസരിച്ച് നമ്മളിപ്പോ സംസാരിക്കുന്നു, ആന നിങ്ങളുടെ സബ്ജക്ട്, നമ്മൾ വന്നു ഇവര് വിളിച്ചു. പക്ഷേ പറ്റൂല. ഓക്കെ, അത് നമ്മൾക്കറിയില്ല. ഈ ചേട്ടനുമായിട്ട് സംസാരിച്ചതല്ലേ പ്രൊഡ്യൂസർ ചേട്ടനോട് സംസാരിച്ചു. ചേട്ടനെ വിളിക്കും, അവര് വന്ന് പറഞ്ഞു. ചേട്ടനെ വിളിച്ചു വരും, ചേട്ടനെ വിളിക്കാം. എനിക്ക് പ്രൊഡ്യൂസർ അടുത്തോ ആരടുത്തും സംസാരിക്കണ്ട. നിങ്ങൾ എന്നെ ഇപ്പൊ വന്ന ആനേരെല്ലാം ഷൂട്ട് ചെയ്തത് ഞാനല്ല ഷൂട്ട് ചെയ്തത്. അതിന് പ്രൊഡക്ഷൻ പറഞ്ഞതനുസരിച്ചല്ലേ ഇവിടെ സംസാരിക്കുക എല്ലാം ചെയ്തത്. ഞാനല്ല ചേച്ചി, ഇതിനെ മനസ്സിലാക്കുക. അത് സ്വാഭാവികമായിട്ടും പാർത്ഥസാരഥിയുടെ പാപ്പാനെന്ന നിലയിൽ പുള്ളിയല്ലേ കാണുന്നത്. പാർത്തുന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പൊ ചേച്ചി പാപ്പാനെന്ന നിലയിൽ നമുക്ക് പാർത്ഥസാരഥി ചേച്ചിയുടെ കൂടെ പറ്റത്തില്ലല്ലോ. അദ്ദേഹം അല്ലേ പാർത്ഥസാരഥിയുടെ പാപ്പാൻ. അപ്പൊ പുള്ളിയല്ലേ ആ സ്ഥാനത്ത് വെക്കാൻ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞില്ല, അത് ഞാനുമായിട്ട് ബന്ധമില്ല. അത് പ്രൊഡക്ഷനിലെ ചേട്ടനെ വിളിച്ചിട്ട് കൺഫേം. നിങ്ങൾ ഒരു ആങ്കർ ആയിട്ട് വരുമ്പോ നിങ്ങൾ ഇതൊക്കെ അന്വേഷിക്കണ്ടേ? കയറിഞ്ഞ് വരെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന അതിന്റെ ബാക്കി യൂണിറ്റിന്റെ കാര്യമൊക്കെ നമ്മൾ തിരക്കിട്ടാണോ? ഇങ്ങനെ പെർമിഷൻ ഉണ്ടാവും നമ്മൾ ചോദിക്കണ്ടേ? അത് എടുത്തല്ലോ. ചേച്ചിയുടെ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ? ആ ചേട്ടൻ പറഞ്ഞില്ലേ കൊടുക്കുന്നത്? എനിക്ക് അതിൽ കൂടുതൽ യാതൊരു അറിവുകളും ഇല്ല. ഇതൊക്കെ ഞാൻ വലിച്ചു പറിച്ച് എറിയും കേട്ടോ. ഞാൻ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇത്രയും വീഡിയോ ഇതിൽ ഒരു സാധനം? ഇത് നിങ്ങൾ ചാനലിന്റെ പേരെന്തോന്നു? അവരോട് ചോദിക്കോ? പ്രൊഡക്ഷൻ കൺട്രോൾ അവരോട് ചോദിച്ചു. അറിഞ്ഞൂടെ? ഞാൻ ഇയാളോട് സംസാരിച്ചില്ല. ഇയാളെ മദർ എന്റെ കൊച്ചിന്റെ അടുത്ത് സംസാരിച്ചൂടെ? നമ്മൾ അങ്ങനെ വീട്ടിൽ കുഞ്ഞു പിള്ളേരുടെ അവരും കൂടെ വിളിച്ചോണ്ടോ ചേച്ചി? സംസാരിക്കാം. ഇത് കുഞ്ഞെന്ന് തോന്നിയാ കണ്ടിട്ട്? അപ്പൊ ചേച്ചി ഒരു എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാം. അപ്പൊ സംസാരിക്കാം. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ആനേരെ ഇതും എടുത്തിട്ട് ഞാൻ ഇനി വെയിറ്റ് ചെയ്യണം. അപ്പൊ ആർത്തുന്റെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ ആരൊക്കെയല്ലോ നമ്മൾ ചോദിച്ചിട്ടല്ലേ. ഉണ്ടായിടാ, നീ ആയിരിക്കും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെന്തോ ആഹാരം കൊടുത്ത്? അതിന് പഴം കൊടുത്ത്. പിന്നെ ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വല്ലതും കൊടുത്താ? നീ ചോദിച്ചിട്ടില്ലേടാ? തണ്ണിമത്തൻ അവര് ചേച്ചി പറഞ്ഞ കൊടുക്കാൻ. തണ്ണിമത്തൻ കൊടുക്കാവോ? ഞാൻ പറഞ്ഞു ചേച്ചിയോട്. അപ്പൊ ചേച്ചി പറഞ്ഞു നമുക്ക് ഷൂട്ട് ചെയ്യാനകത്ത് കൊടുക്കാൻ. നിങ്ങൾ ആ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറയാം. തണ്ണിമത്തൻ കൊടുക്കാൻ ആര് പറഞ്ഞു? പുള്ളി അവിടെ തന്നെ ആയിരിക്കും. പുള്ളി അവിടെ വേറെ കണ്ട് പോയല്ലേ. തണ്ണിമത്തൻ ആര് കൊടുത്തത്? ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, നമ്മളല്ല, ഞാൻ ആങ്കറായിട്ട് വന്നു, അവര് പറഞ്ഞു, അവര് കൊണ്ടുവന്നതാണ്. നിങ്ങൾ ഷൂട്ട് ചെയ്ത സാധനമാണ്. തണ്ണിമത്തൻ കൊടുത്തോ? നിങ്ങളെ ഉണ്ടോ? ആരാ കൊടുത്തത് തണ്ണിമത്തൻ? ആര് കൊടുത്തെന്ന്? ആണോ? കുട്ടിയാണോ കൊടുത്തത്? നിങ്ങളുടെ പ്രൊഡക്ഷൻ ആ പുള്ളിയെ വിളിക്ക്. ഞാൻ ഇതിന് പ്രൊഡക്ഷനെ അവരെയൊക്കെ വിളിക്കുന്നത്. ഞാൻ ചേച്ചിയോട് സംസാരിച്ചില്ല, ഞാൻ ആ പുള്ളിയോടാ പറഞ്ഞത്. ഞാൻ ഇതിനകത്ത് യാതൊരു ഇതുമില്ല. എൻ്റെ അടുത്ത് വിളിച്ചു, ഞാൻ വന്നു. തണ്ണിമത്തൻ അവർ കൊണ്ടുവരുന്നു, ഇത് പുള്ളിയോട് ചോദിച്ചിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. അത് ഷൂട്ട് ചെയ്യാൻ അവര് പീസ് പറഞ്ഞു, നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് പറഞ്ഞാലും കാണിക്കോ? നിങ്ങൾ പറഞ്ഞു ചുമ്മാതെ വേറെ സബ്ജക്റ്റിലോട്ട് പോകണ്ട. സബ്ജക്ട് മാത്രം അല്ല, എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കിപ്പോ നിങ്ങൾ ആരോ, എനിക്ക് പേരറിയില്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. പ്ലീസ് 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 മാറി നിൽക്കൂ. നിങ്ങൾ മാറി നിന്റെ അടുത്ത് ഷൂട്ടിംഗ് നിർത്താൻ ഞാൻ പറഞ്ഞ വിളിച്ചില്ലേ? കേട്ടില്ല, റേഞ്ചില്ല. യാഗോപ്പിൽ കൊടുത്ത തണ്ണിമത്തായി നിങ്ങളുടെ തോന്നിയത്തിന് കൊടുക്കാനാ ആരെ നിർത്തിയേക്കണത്? നിന്നെ കൊണ്ടല്ല വച്ചിരുന്നൂടെ അവിടെ. പഠിക്കുവാണെങ്കിൽ എന്നാ പിന്നെ നമ്മൾ ഇവിടൊക്കെ തന്നെയാണ്. നാട്ടുകാരെ വിളിച്ചു കൂട്ട്. ഇന്ന് ഒറ്റയാണ് ഇവിടുന്ന് പോകൂല. നിന്റെ ഒരു സാധനം എടുത്തോണ്ട് പോകൂല. ഒരു പെണ്ണിനെ കൊണ്ട് വന്ന് എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ച് ഇന്ന് ആനയ്ക്ക് വല്ലതും സംഭവിച്ച കേസ് കൊടുക്കും. വയറിന് പ്രശ്നം. പ്രശ്നം എന്താ? നിങ്ങളൊന്ന് ചോദിക്കാതാണോ ഇതൊക്കെ ചെയ്ത്? നിങ്ങൾ ചോദിക്കണം ആദ്യം. ഒരു പണിക്ക് അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ അന്വേഷിച്ചിട്ടാണ് ഇറങ്ങാനായിട്ട്. അല്ല ചുമ്മാ ചാടിത്തുള്ളി ഇറങ്ങിയാ പോരാ. ഇതിനൊക്കെ 2000 തരാൻ തോന്നിയില്ല. ചേട്ടാ, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ട് ചാച്ചി വന്ന ഷൂട്ട് ചെയ്യണം. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ ആര് പറഞ്ഞു 2000 നമ്മളൊരു അങ്ങനെ അല്ല. പഴം കൊടുക്കാന്ന് പറഞ്ഞപ്പോ ചാച്ചി പറഞ്ഞ കളർഫുൾ ആണ്. ചേട്ടാ, അത് ഷൂട്ട് ചെയ്തതിന്റെ ഡയലോഗ് മാത്രമാണ്. ഞാനല്ല, അവര് പ്രൊഡക്ഷനിൽ തീരുമാനിച്ച്
പ്രൊഡക്ഷൻ വിളിക്കാം. എന്റെ ചേട്ടാ വന്ന നേരം തൊട്ട് പ്രൊഡക്ഷന്റെ ആളിനെ വിളിക്കുകയാണ്. അങ്ങനെ ഒരാളൊന്നും ഇല്ല, ചുമ്മാ പറയുന്നതാണ്. വല്ലാണ്ട് നിക്കണത്. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും, ഞാൻ പോകും. ഇവിടുന്ന് ആരും പോകില്ല. പിന്നെ ആങ്കറിന് വന്നു. ഇനി മേലെ ആ വാക്ക് പറയരുത്. നിനക്ക് എന്താ യോഗ്യത? നിനക്ക് എന്ത് യോഗ്യതയാണ്? ഞാൻ എന്നെ കാണാൻ നിൽക്കുന്നത്. ഹലോ അച്ചു, ഇവിടെ വന്നിട്ട് ഇവര് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഈ പ്രൊഡക്ഷനിലെ ആ മെയിൻ പ്രതിഭ എന്ന് പറയുന്ന പുള്ളി എവിടെയോ വേറൊരു ആനയുടെ ഉണ്ട് നോക്കാൻ പോയി. ബാക്കി ആൾക്കാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഇവര് ഓണർ വന്നിട്ട് ആനയെ ഷൂട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇവിടെ നിൽക്കൂ എന്ന് പറയുന്നു. എനിക്കിപ്പം ഇവരിപ്പോ എന്റെ ഇതാ പറയുന്നത്. ഇവര് 3-4 പേരോട് നിൽപ്പുണ്ട്, ഇവരൊന്നും പറയുന്നുമില്ല. ഫോൺ വിളിച്ച് തീരാനും നിന്റെ അടി വീണിരിക്കണം. അച്ചു ഒന്ന് ഇങ്ങോട്ട് വരുമോ? അഭിലാഷിന്റെ നമ്പര് എന്റെ എന്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നല്ലോ, ആ ഫോൺ എന്തേ? അപ്പൊ 158 ഫോണും ഉണ്ട്. കണക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഒരുങ്ങി കെട്ടി. എനിക്ക് നിങ്ങളുടെ എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്റെ മേത്ത് തൊടാങ്കിൽ നിങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇവിടുത്തുകാരിയാണ്, എനിക്ക് നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞേക്കാം. എന്റെ ചേട്ടാ, ഞാനുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു. മെടുക്കല്ല ചേട്ടാ, ഞാൻ ഇവിടുത്തുകാരി തന്നെ. എന്റെ അപ്പൻ ഇവിടുത്തെ ഒരു മെയിൻ സാറും. നിങ്ങൾ അപ്പക്കുട്ടനെ കേട്ടിട്ടുണ്ടോ? ആ, നിങ്ങളുടെ എവിടെയാ വീട്? എനിക്ക് യാതൊരു കാര്യം എനിക്കറിയില്ല. നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇല്ലായിരിക്കാം. ഒരു മിനിറ്റ്. എന്റെ ഫോൺ മേടിക്കരുത്. എനിക്ക് 2000 ഞാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ പൈസ തരില്ല. ഞാൻ പൈസ തരില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് കളിക്കണ എന്നെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല ചാച്ചി. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അറിയാമോ? ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? അറിയാം. നമ്മൾ ആനയെ കൊണ്ടുപോകും. അവിടെ ഒരു കട എന്തോ ജോലി ഉണ്ടെന്ന് പേര് കേട്ട ആൾക്കാരെന്നല്ലേ പറഞ്ഞു. പിന്നെ നിങ്ങളെ അറിഞ്ഞുകൂടാത്തവരാരാണ് ഇവിടെ ഉള്ളത്? അത് ഈ പുള്ളി എവിടെയോ കിടക്കുന്ന ആളെ എന്നെ എങ്ങനെ അറിയാം? ആനപ്പാപ്പാനാണ് ഞാൻ എങ്ങനെ അറിയാം? ഞാൻ തരത്തില്ല. നിങ്ങൾ എന്താ മിണ്ടാത്തത്? നിങ്ങൾ വിളിച്ചിട്ട് എന്താ അവര് നോക്കുന്നെന്തിന്? ചേച്ചിയെ പറഞ്ഞത് തണ്ണിമത്തം കൂടെ ഞാൻ കൊടുക്കല്ലേ. എന്റെ പാർത്തൂന് വല്ലതും സംഭവിച്ച ഇവിടെ വിളിച്ചു വരുത്തി ആര്? അച്ചുവാ? ആര് വിളിച്ചാര്? അത് എന്റെ ഹസ്ബൻഡ്. അത് ഹസ്ബൻഡ്. വേറെ ആരെ വിളിച്ചെന്ന് പറഞ്ഞല്ല? പ്രദീപ് എന്ന് പറഞ്ഞ ഇവരുടെ പ്രൊഡക്ഷൻ. അതിന് മുമ്പ് വേറെ ആര് വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നത്? അഭിലാഷ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ആണ്. ഹസ്ബൻഡിന്റെ ഫ്രണ്ട് അഭിലാഷ് പറഞ്ഞിട്ടാണ് കൗമുദി ടിവിയുടെ ഓമയോട് ടീം നിങ്ങൾ വന്ന് പ്രാങ്ക് ചെയ്തത്. അഭിലാഷ് വിജയൻ. നമ്മുടെ അഭിലാഷ് വിജയൻ എന്ത് പ്രാങ്ക്? എന്നെ ഒന്നും പ്രാങ്ക്. ഞാൻ അഭിലാഷുമായിട്ട് അവരുടെ വീടുമായിട്ട് എന്റെ ഹസ്ബൻഡുമായിട്ട് നല്ല ബന്ധമാണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തോണ്ടിരുന്നു അഡ്വർടൈസിംഗ് മീഡിയ. അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴാണ് അഭിലാഷ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്റെ നാടാണെന്നും പറഞ്ഞു. പ്രദീപിനൊന്ന് വിളിക്കാം. എന്നെ ക്യാച്ചിൽ ഒഴിവാക്കണേ. ഒഴിവായി. ചേച്ചി 2000 തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. തന്നാ ചേച്ചി? എനിക്ക് അറിയത്തില്ല. പ്ലീസ്, എനിക്ക് അറിയില്ല. ഞാൻ ഞാൻ ഈ പ്രൊഫഷൻ. ഹലോ, പ്രദീപാണാ? എടാ, നിന്റെ അടുത്ത് ഇവിടെ വന്ന് എന്തോന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ? ഞാൻ ഏതിന്റെ? കൗമുദി ചാനലിന്റെ. ഇടേ, അത് നീ നമ്മുടെ അടുത്ത് ഒരു വാക്ക് പറയണ്ടേ? കൗമുദി ടിവിയുടെ ഓമൈ ഗോഡ് പ്രോഗ്രാം ആണെന്ന് പറയണ്ടേ നമ്മുടെ അടുത്ത്? ഇങ്ങോട്ട് വരുമോ? ചേട്ടാ ഒരു മിനിറ്റ്. സ്പീക്കറിൽ. ഹലോ ചേട്ടാ, എന്നെ ഇതിൽ ഇവർ പറയുന്നു 2000 രൂപ കൊടുക്കണം. ഞാൻ ഇത് തണ്ണിമത്തം കൊണ്ടുവന്നു. എന്നെ എന്തിനാണ് ഇതിനകത്ത് ഇതിലേക്കുന്നത്? ഞാൻ ചേട്ടനുമായിട്ട് എന്താണ് കണക്ഷൻ? ഇതൊന്നും ഇവരെടുത്ത് പറയൂ. എനിക്ക് ഫാമിലി ഉണ്ട്, എനിക്ക് പോകണം, എനിക്ക് ഓഫീസുണ്ട്. ചേട്ടൻ ഒന്ന് വന്ന് സെറ്റിൽ ചെയ്യുക. ചേട്ടൻ വിളിച്ചാൽ എന്താ ഫോൺ എടുക്കാതെ? എനിക്കറിയില്ല. ചേട്ടാ അവിടെ നിൽക്കൂ. എന്തായാലും ചേട്ടൻ ഓണറല്ലേ, സംസാരിക്കുമല്ലേ? ചേട്ടാ ആ നമ്പരും കൂടെ അത് നിങ്ങളായിരിക്കാം, നമുക്കറിയില്ലല്ലോ. ചേട്ടൻ പറഞ്ഞില്ല പറഞ്ഞുള്ളൂ എന്നുള്ളത് നമുക്ക് പ്രദീപ് വരട്ടെ. ചെയ്തു നിങ്ങൾ അവിടെ നിൽക്കുക. അതിനൊന്നും എനിക്ക് ആൻസർ ഇല്ല. നിങ്ങളുടെ ആനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പറഞ്ഞു ആഗ്രഹം കൊണ്ട് വന്നേന്ന്. എന്റെ ജോലി ചേട്ടാ ആ നമ്പർ, ആ പ്രദീപിന്റെ നമ്പർ.
നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന വിചാരിച്ച് ഒളിപ്പിച്ചു വെച്ചല്ലേ? അല്ലേ? അത് ശരി. പറഞ്ഞിട്ട് മനസ്സിലാവാത്തൊരു വ്യക്തിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ശരിക്കും പേടിച്ചു. ഹലോ, പറ്റിച്ചല്ലേ. ഞാൻ പക്ഷെ ചേട്ടനെ എവിടെയോ ഒന്ന് കണ്ടുവരുന്നു. എവിടെയോ ഒരു പരിചയമുണ്ട്, പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനൊന്നും അറിയത്തില്ല. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.